കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ആത്മകഥ പി ജയരാജൻ പൂർണ്ണ മനസ്സാലെ എഴുതിയതാണോ അല്ലയോ? ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, പിയെ CPIM വലിയ തോതിൽ സൈഡ് ലൈൻ ചെയ്യാൻ, അദ്ദേഹത്തിനെ ഒതുക്കാൻ നാളുകളേറെയായി നടക്കുന്നു എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. പിയെ മാത്രമല്ല, അവിടെ MV ജയരാജനെ നേരത്തെ ഒതുക്കി, KK ശൈലജ ടീച്ചറെ കൃത്യമായി ഒതുക്കി. അതായത് പിണറായി വിജയനെതിരെ ആരെങ്കിലും വലിയ നേതാവായി വരുന്നുണ്ടോ, അദ്ദേഹത്തിന് വെല്ലുവിളിയായി കണ്ണൂർ ജില്ലയിൽ ആരെങ്കിലും വരുന്നുണ്ടോ, അവരെ ഒതുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പോളിസിയാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മരുമകൻ കേരളത്തെ നയിക്കണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്നൊരു വലിയ ആഗ്രഹം കൃത്യമായി പിണറായി വിജയൻ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. CPMനെ ഹൈജാക്ക് ചെയ്യാൻ, മുഹമ്മദ് റിയാസിനെ അതിൻ്റെ ചെങ്കോൽ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എന്തിനധികം പറയുന്നു, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ പോലും കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും പിണറായി വിജയൻ്റെ അനുകൂലിയായിട്ടുള്ള ഒരു വ്യക്തിയെ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറിയാക്കി, അതായത് CPIMൻ്റെ ജനറൽ സെക്രട്ടറിയാക്കി മാറ്റാനും സീതാറാം യെച്ചൂരി മരണപ്പെട്ട ഒഴിവിലേക്ക് കൊണ്ടുവരാനും വേണ്ടി നിർണായക നീക്കം നടക്കുന്നതായി റിപ്പോർട്ടുകളേറെയാണ്. വലിയ തോതിലുള്ള രാഷ്ട്രീയ ചിന്തകൾ ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. ഒന്ന്, പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന CPIMനെ ഒരു സംസ്ഥാന പാർട്ടിയായി അവശേഷിപ്പിച്ചാലും വേണ്ടില്ല, അതിനകത്ത് മറ്റ് പ്രദേശത്തുള്ളവർ കടന്നുകൂടരുത്. ഒന്നാമത്തെ കാര്യം, ബംഗാളിലും ത്രിപുരയിലും മറ്റൊരു സംസ്ഥാനങ്ങളിലും CPIMന് വലിയ ആധിപത്യമില്ല. കാരണം അവിടെയൊന്നും അധികാരമില്ല, ആകെയുള്ളത് കേരളത്തിൽ. അതെല്ലാം അധികാരം കൈയാളുന്നത് പിണറായി വിജയനും കുടുംബവുമാണ്. അത് ശക്തമായി തന്നെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ അദ്ദേഹത്തിനെതിരെ പരാമർശം വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷ പരാമർശമാണ്. തിരുവനന്തപുരം ജില്ലയിലുമൊക്കെ നടക്കുന്ന നിർണായക നീക്കങ്ങൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന CPIMൽ നിന്നും വിപരീതമായാണ് നടക്കുന്നത്. തളിപ്പറമ്പ് MLA ആയ MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ വർക്കല MLA V ജോയി എങ്ങനെയാണ് ജില്ലാ സെക്രട്ടറിയായി തിരുവനന്തപുരത്ത് ഇരിക്കുന്നത്? എന്നാൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന് എവിടെയെങ്കിലും പഞ്ചായത്ത് മെമ്പറായി നിൽക്കാൻ കഴിയില്ലേ? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവാൻ കഴിയില്ലേ? വലിയ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. അങ്ങനെ പൊട്ടിത്തെറിയുടെ രാഷ്ട്രീയമാണ്. അതായത് വിവിധ ജില്ലാ കമ്മിറ്റികൾ അതിരൂക്ഷമായി പിണറായിയെ കുറ്റപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സധൈര്യം മുന്നോട്ട് വരികയാണ്. സംസ്ഥാന കമ്മിറ്റി വലിയ തോതിൽ ഒരു പൊട്ടിത്തെറിയിൽ കലാശിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കസേര പിറക്കി വലക്കടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തമ്മിലടി, വാക്കേറ്റം, അത് എല്ലാ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ട് നേരെ കയ്യേറ്റത്തിലേക്ക് പോകുന്ന ഒരു അഭൂതപൂർവമായ കാഴ്ചയാണ് സംസ്ഥാനത്ത് CPIMൽ ഉടലെടുത്തിരിക്കുന്നത്.